വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു കൊടുക്കുന്നു. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അതിന് വേണ്ടിയിട്ടാണ് പൊട്ടറ്റോ പൊടിച്ച് വെച്ചേക്കുന്നു. ഇപ്പോൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, ഒരു ലേശം പുളി ചേർത്ത് തേങ്ങ കുറച്ച് മതിയാകുമല്ല. ഇതിട്ടൊരു വെള്ളച്ചമ്മന്തി മസാല ദോശയ്ക്ക് ഇടാനായിട്ട്. സാമ്പാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചമ്മന്തി റെഡിയാക്കി, വെള്ളച്ചമ്മന്തി. ഇനി അടുത്ത് ഞാൻ മസാല ദോശയ്ക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ പോവുകയാണ്. അങ്ങനെ മസാല ദോശയ്ക്കുള്ള ഫില്ലിങ്സ് റെഡിയായി. ഇതിൽ ചേർത്തിട്ടുള്ളത് സവാള, പൊട്ടറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. മസാല ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് ഒഴിക്കാൻ പോവുകയാണ്. കല്ലിൽ ഒരു നുള്ള് നെയ്യാണ് തേച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ദോശയെ മടക്കി കൊടുക്കാം. അങ്ങനെ എൻ്റെ സിമ്പിൾ മസാല ദോശ റെഡി. കഴിക്കാൻ പോവുകയാണേ ഞാൻ. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചമ്മന്തിയും സാമ്പാറുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല. ഇതാണ് എൻ്റെ രാവിലത്തെ ആഹാരം. ഈ ഒരൊറ്റ ദോശ, അത് പിന്നെ ധാരാളം മതി. എൻ്റെ വിശക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരെണ്ണം. ഒരുമിച്ച് വയറ് നിറയാനും പാടില്ല, വയറ് കാലിയാവാനും പാടില്ല. അങ്ങനെയാണ് എൻ്റെ വയറിൻ്റെ അവസ്ഥ. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നും എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.